പ്രണയമെതിർത്താൽ, ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ, വിവാഹാഭ്യർത്ഥന നിരസിച്ചാൽ പക വീട്ടുന്ന യുവാക്കൾ. യുവതികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരെ ആക്രമണങ്ങളും ഭീഷണികളും. മകളെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ദേഹത്ത് ബോംബ് വെച്ച് പൊട്ടിക്കുമെന്ന് പിതാവിന് നേരെയുള്ള കൊലവിളി. അതിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും. തിരുവനന്തപുരം കിളിമാനൂരിൽ വിവാഹാലോചന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛന് നേരെ ഉണ്ടായത് കൊട്ടേഷൻ ആക്രമണമാണ്. കിളിമാനൂരിലെ കൊട്ടേഷൻ സംഘം ലക്ഷ്യമിട്ടത് കൂട്ടക്കൊലപാതകമാണ്. കർണാടക ബെൻഡ്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊന്ന കേസും ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് സംഭവിക്കുന്നത്? ഈ കേസുകളാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. പെൺമക്കൾക്ക് വിവാഹാലോചന വരുമ്പോൾ ചെക്കനെക്കുറിച്ച് രക്ഷിതാക്കൾ വിശദമായി അന്വേഷിക്കാറില്ലേ? ലഹരിയും മദ്യപാനവും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മക്കളെ ആരും ഒരിക്കലും വിവാഹം കഴിച്ചു കൊടുക്കാറില്ല. തിരുവനന്തപുരം കിളിമാനൂരിലെ അനിൽകുമാറും അതേ ചെയ്തുള്ളൂ. മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിൽ ആ പിതാവിനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. മകളെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ദേഹത്ത് ബോംബ് വെച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കിയാണ് ഗുണ്ടാ സംഘം ആക്രമണം നടത്തിയത്. 1 വർഷം മുൻപ് അനിൽകുമാറിൻ്റെ മകളെ പെണ്ണ് കാണാനെത്തിയ സുധീഷ് എന്നയാളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ക്രൂരതയാണ് തിരുവനന്തപുരം കിളിമാനൂർ വെള്ളല്ലൂരിൽ അരങ്ങേറിയത്. മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ പകയിലാണ് വടശ്ശേരിക്കോണം സ്വദേശിയായ അനിൽകുമാറിനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത്. വെള്ളല്ലൂർ പുളിയറക്കോണം സ്വദേശിയുടെ പണിതീരാത്ത വീട്ടിലെത്തിച്ചായിരുന്നു മർദ്ദനം. അനിൽകുമാറിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം സംഘം ചങ്ങലയിൽ ബന്ധിക്കുകയായിരുന്നു. ഇതിനുശേഷം പ്രതികൾ അച്ഛന് അപകടം പറ്റിയെന്ന് വിശ്വസിപ്പിച്ച് അനിൽകുമാറിൻ്റെ 20 വയസ്സുകാരനായ മകനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ എത്തിയ മകനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് അമ്മയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ അച്ഛനെ കൊലപ്പെടുത്തുമെന്നുമായിരുന്നു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭീഷണി. അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനായി മകനെ പ്രതികൾ പറഞ്ഞുവിടുകയും ചെയ്തു. തുടർന്ന് വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വർക്കല പോലീസ് അതിവേഗം സംഭവസ്ഥലത്ത് എത്തുകയും ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കിടന്നിരുന്ന അനിൽകുമാറിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. പ്രതികൾ വീടിന് സമീപം വലിയൊരു കുഴിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അനിൽകുമാറിനെ വകവരുത്തി ഇവിടെ മൂടാനായിരുന്നു പ്രതികളുടെ പദ്ധതിയെന്നാണ് സംശയിക്കുന്നത്. 1 വർഷം മുൻപ് അനിൽകുമാറിന്റെ മകളെ പെണ്ണ് കാണാനെത്തിയ സുധീഷ് എന്നയാളാണ് ഈ കൊട്ടേഷന് പിന്നിലെന്ന് മർദ്ദനമേറ്റ അനിൽകുമാർ ആരോപിക്കുന്നു. സംഭവത്തിൽ കിളിമാനൂർ വർക്കല പോലീസ് സംഘങ്ങൾ സംയുക്തമായി ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. കേസിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുമ്മൾ സ്വദേശിയായ സുധീഷാണ് കേസിൽ 1-ാം പ്രതി. 2-ാം പ്രതി ഷംനാദ് ഉൾപ്പെടെ 4 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരാളുടെ ആകർഷണവും ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നയാളെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാലോ? ചിലരെ അത് മാനസികമായി തകർത്ത് കളയും. പിന്നെ ഉള്ളിൽ പകയും പ്രതികാര ചിന്തയും വരാം. കർണാടക ബെൻഡ്വാളിൽ 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ്. കേസിൽ പ്രതി ബെൽത്തങ്ങാടി സ്വദേശി ചേതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിന് സമീപം ബാമഞ്ചൂരിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. ബെൻഡ്വാൾ ഉള്ളി ഗ്രാമത്തിലെ ബാലപ്പ ഗൗഡിയുടെ മകൾ ലാവണ്യയെ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് പട്ടാപ്പകലാണ് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ലാവണ്യയെ പ്രതി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിലെത്തിയതായിരുന്നു ലാവണ്യ. കൊലപാതകം നടത്തിയതിനു ശേഷം പെൺകുട്ടിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച് പ്രതി തന്നെ വിവരമറിയിച്ചു. ലാവണ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ചേതൻ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ഇയാൾ അറിയിച്ചിരുന്നു. ഇതിനിടയിൽ നാടകീയമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്.
4 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് ಪ್ರಣಯത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറി. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിന് ಕಾರಣವೆಂದು ಪೊಲೀಸ್ പറഞ്ഞു. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78 126 ಮತ್ತು 103 BNS ಪ್ರಕಾರ ಕೇಸ್ ದಾಖಲು ಮಾಡಿ ಕೊಲ್ಲಲಾಗಿದೆ. കല്ലട്കയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ് കാഗ്യ പദവിനടുത്തുള്ള കൊടങ്കയിൽ താമസിക്കുന്ന ലാവണ്യ. നടക്കുന്ന കൊലപാതകത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരനാണ് പകർത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മംഗളൂരു. പോലീസുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? ഒരു സാധാരണക്കാരൻ തെറ്റ് ചെയ്താൽ അവനെ തൂക്കുന്ന പോലീസിന് അടുപ്പക്കാരെ തൊട്ടാൽ പൊള്ളും. അതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CIയുടെ ബന്ധുവിനെയും കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നമായത്. ഇത് ചോദ്യം ചെയ്ത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI യഹിയ സ്റ്റേഷനിലെത്തി. പിന്നീട് വാക്കുതർക്കവും കയ്യാങ്കളിയുമായി. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. യഹിയക്കെതിരെ വകുപ്പ് തലം നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ലോകകപ്പ് ഫുട്ബോൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി 2 പ്രദേശത്തുള്ളവർ തമ്മിലുണ്ടായ തർക്കമാണ് തുടക്കം. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI ആയ യഹിയയുടെ ബന്ധു ഇതിലൊരു സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. തർക്കം കയ്യാങ്കളിയായപ്പോൾ പോലീസ് ഇടപെട്ടു. സംഘർഷമുണ്ടാക്കിയ സംഘത്തെ കസ്റ്റഡിയിലെടുത്തു. യഹിയയുടെ ബന്ധു ഉൾപ്പെട്ട സംഘമായിരുന്നു ഇത്. ഇതറിഞ്ഞ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിയ യഹിയ ബന്ധുവിനെയും കൂട്ടാളികളെയും വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പോലീസ് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് യഹിയയും പോലീസുകാരും തമ്മിൽ തർക്കമായത്. യഹിയ നെടുമങ്ങാട് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തവരെ നിർത്തിയിരുന്ന ലോക്കപ്പിലേക്ക് കയറിയെന്നാണ് FIR. തുടർന്ന് യഹിയയെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ താൻ നിരപരാധിയെന്നാണ് യഹിയയുടെ വാദം. ഇത് സംബന്ധിച്ച് യഹിയയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ഇപ്പോഴും സ്റ്റിൽ എന്നെ അവിടെ പിടിച്ചിരിക്കുകയാണ്. ശരി, എന്റെ കയ്യിലെ കുറ്റം എന്താണ്? എനിക്കാണ് ഇപ്പൊ ഇറങ്ങിപ്പോവാം. അവർ തടുക്കുമ്പോൾ ഇവരെ പുറത്താക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ പോലീസ് ആക്രമിച്ചില്ല. നിങ്ങൾക്കെതിരെ FIR ഉണ്ടോ? എന്നെ കൊണ്ട് മെഡിക്കൽ എടുത്ത് ഞാൻ മെഡിക്കൽ എടുത്തോളും, കുഴപ്പമില്ല. ജീപ്പിൽ പോയി ഞാൻ എന്നെ പിറകെ ഇരുത്തിയാൽ മതി. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എല്ലാവരും എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ ബ്ലഡും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ മെഡിക്കൽ എടുത്തിട്ട് ഡോക്ടറെ എടുത്ത് സ്മെല്ല് ഓഫ് ആൾക്കോൾ എന്ന് പറഞ്ഞ കാര്യം നടക്കണം. പണി വരും. നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബന്ധു ഉൾപ്പെടുന്ന സംഘത്തെ 24 മണിക്കൂറിന് ശേഷവും അറസ്റ്റ് രേഖപ്പെടുത്താതെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും ശബ്ദ സന്ദേശത്തിൽ CI യഹിയ പറയുന്നുണ്ട്. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ജില്ലാ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം തേടിയിട്ടുണ്ട്. യഹിയയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടായേക്കുമെന്നാണ് സൂചന. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ എത്തും മുൻപ് ആരനാട് സ്റ്റേഷനിലെ CI ആയിരുന്നു യഹിയ. ന്യൂസ് 18 തിരുവനന്തപുരം. സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായി വീടുകളിൽ വിവരശേഖരണത്തിന് പോകുന്ന സർക്കാർ വനിതാ ജീവനക്കാരുടെ ശ്രദ്ധയ്ക്ക് പുരുഷന്മാർ തനിച്ചുള്ള വീടുകളിൽ പോകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം കേട്ടോ. എറണാകുളം മുളന്തുരുത്തിയിൽ സെൻസസ് ഡ്യൂട്ടിക്കിടെയാണ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. മുളന്തുരുത്തി സ്വദേശി ശശികുമാറാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായി ശശികുമാറിന്റെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ പ്രതി അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പരാതി. വിവരശേഖരണം തുടരുന്നതിനിടെ ജീവനക്കാരിയെ പിടിച്ചുതള്ളാൻ ശ്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് വനിതാ സർക്കാർ ജീവനക്കാരി മുളന്തുരുത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വനിതാ സർക്കാർ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയതിനും പൊതുസേവകയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമായി ഇന്ത്യൻ ന്യായ സംഹിത പ്രകാരമുള്ള 2 വകുപ്പുകൾ ചുമത്തിയാണ് ശശികുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം മുളന്തുരുത്തി പോലീസ് തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് ശരി. ഞങ്ങൾക്ക് ആരെയും വിമർശിക്കാം. ഈ നാട്ടിലെ നിയമം ഒന്നും ബാധകമല്ലെന്ന രീതിയിൽ എന്ത് വൃത്തികേടും പറയും. യൂട്യൂബർ രാജൻ ജോസഫ് സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി പേരെ അധിക്ഷേപിച്ചതാണ്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നേരെയുള്ള സൈബർ അധിക്ഷേപത്തിൽ രാജൻ വീണ്ടും അറസ്റ്റിലായി. കഴിഞ്ഞയാഴ്ച ഇതേ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെ വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും അപകീർത്തി വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് CPI-കാരിയായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടി നേതാക്കളോട് തെറ്റി കോൺഗ്രസിൽ എത്തിയത്. അന്നു മുതൽ ശ്രീനാദേവിയെ പലതരത്തിൽ അധിക്ഷേപിക്കുന്ന നിലപാടായിരുന്നു രാജൻ ജോസഫിന്റെ വീഡിയോകളിൽ ഉണ്ടായിരുന്നത്. പലപ്പോഴും സഭ്യതയുടെ അതിരുകൾ കടന്നുപോയിട്ടുണ്ട് രാജന്റെ വാക്കുകൾ. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം പരിധിവിട്ടപ്പോഴാണ് പരാതി നൽകിയത്. അങ്ങനെ കഴിഞ്ഞയാഴ്ച രാജനെ അടൂർ പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വീണ്ടും അറസ്റ്റുണ്ടായത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കാട്ടി ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും പരാതി നൽകുകയായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരായ പരാമർശങ്ങൾ പാടില്ലെന്നായിരുന്നു ആദ്യ അറസ്റ്റിൽ ജാമ്യം നൽകുമ്പോഴുള്ള ഒരു വ്യവസ്ഥ. ഇത് ലംഘിച്ചതാണ് ഇപ്പോഴത്തെ അറസ്റ്റിന് കാരണം. IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 26ഓളം വീഡിയോകളാണ് രാജൻ ജോസഫ് ശ്രീനാദേവിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അന്ന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. CPM അനുകൂലിയായ രാജൻ ജോസഫിനെ ഈ കേസിൽ അന്നത്തെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് വരെ ആരോപണം ഉണ്ടായിരുന്നു. അധികാരം മാറി UDF വന്ന ശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും പരാതി നൽകിയപ്പോഴാണ് അറസ്റ്റുണ്ടായത്. ന്യൂസ് 18 പത്തനംതിട്ട. കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയും തെരുവിൽ പരസ്പരം തമ്മിൽ തല്ലുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സിനിമകൾ കാണുമ്പോൾ ഉള്ളിൽ പേടി തോന്നാറില്ലേ? ഇതൊക്കെ കണ്ട് നാളെ നമ്മുടെ മക്കളും ഇങ്ങനെ ക്രിമിനലുകളായി മാറുമോ എന്ന് ചില മാതാപിതാക്കളുടെ ഉള്ളിലെങ്കിലും ആശങ്കയുണ്ടാകും. സിനിമകളെക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. തിരൂർ ചെറിയ മുണ്ടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ നടുറോഡിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. മാർക്ക് ലിസ്റ്റ് വിതരണത്തിനിടെ ഉണ്ടായ ചെറിയ തർക്കം കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. എന്താണ് ഈ ചെക്കന്മാർ? എന്താ എന്തിന് വരാണ് ചെക്കന്മാരെങ്കിലും? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? ഇത് അന്തണ്ടോ ചെക്കന്മാരൊക്കെ? ആ ചെക്കനൊക്കെ ഒന്നില്ല. ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നടു റോഡിൽ തമ്മിലടിച്ചത്. സ്കൂളിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് വിതരണത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു. +2 പൂർത്തിയാക്കി മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്ന സീനിയർ വിദ്യാർത്ഥികളും നിലവിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ് സ്കൂളിന് പുറത്ത് റോഡിൽ വെച്ച് ഏറ്റുമുട്ടിയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന തർക്കത്തിന്റെ ബാക്കി പത്രമാകാം സംഘർഷമെന്നാണ് കരുതുന്നത്. ബഹുമാനമുള്ള കുട്ടികളെ, എന്താണ് ഈ ചെക്കന്മാർ? എന്താ എന്തിന് വരാണ് ചെക്കന്മാരെങ്കിലും? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? ഇത് അന്തണ്ടോ ചെക്കന്മാരൊക്കെ? ആ ചെക്കനൊക്കെ ഒന്നില്ല. കട്ടിയിലങ്ങൾ ഇതൊക്കെയാണ് ഈ ചെക്കന്മാരെ കഥ. ചോറാ ചെക്കന്റെ കഥയും ഒരെണ്ണം എല്ലാ വീഡിയോ ഉണ്ട്. ഇവിടെ വീഡിയോ ഉണ്ട് കേട്ടോ. അത് തച്ചുവാരി പോയവരൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഒക്കെ ശരിയാക്കി തരാം. വണ്ടി റോട്ടുമ്പോ ബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങളെ മൂട്ടിയാൽ. സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ പരിസരത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. എന്തിന് വരാണ് ചെക്കന്മാരെങ്കിലും? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? എങ്ങോട്ടാണ് നിങ്ങളൊക്കെ? ഇത് അന്തണ്ടോ ചെക്കന്മാരൊക്കെ? ആ ചെക്കനൊക്കെ ഒന്നില്ല.
ന്യൂസ് 18 തിരൂർ. എന്തുകൊണ്ട് പുതിയ കാലത്ത് കുറ്റവാളികൾ കൂടുന്നുവെന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? അതിന് സമൂഹത്തെയും വീട്ടുകാരെയും കൂട്ടുകാരെയും പഴിചാരാൻ വരട്ടെ കേട്ടോ. ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പോലീസും കേസും ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് യാതൊരു പ്രശ്നവുമല്ല. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തേക്കും. നിലവിൽ 13 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചെന്നാണ് പരാതി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയതായി പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ജൂലൈ 13-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. ഒരു സംഘം വിദ്യാർത്ഥികൾ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകുകയുമായിരുന്നു. കോളേജ് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച ചേർന്ന ആന്റി റാഗിംഗ് സെൽ യോഗം നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇരയായ വിദ്യാർത്ഥി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോളേജിൽ നിന്ന് അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർ പുറത്തുനിന്നെത്തി റാഗിംഗ് ചെയ്തതായും പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ മൊഴിയെടുത്ത് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പണ്ട് കാർന്നോന്മാർ പറയാറുണ്ട്, കൂട്ടുകെട്ടാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്ന്. മോശം സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. മലപ്പുറം പെരിന്തൽമണ്ണയിലെ തൊപ്പിയുടെ കൂടെ കൂട്ടുകൂടാൻ പോയവർക്കൊക്കെ ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ തൊപ്പിയുടെ കൂട്ടാളി മമ്മുവിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ തെളിവ് ശേഖരിക്കാൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. എന്നാൽ തൊപ്പിയെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മമ്മുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കേസിൽ തെളിവ് ശേഖരണത്തിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി. 3 ദിവസത്തേക്കാണ് പ്രതി മമ്മുവിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കസ്റ്റഡി കാലയളവിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് ഡിജിറ്റൽ തെളിവുകളടക്കം മറ്റു വിവരങ്ങളും ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പ്രതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയെന്ന് പറയപ്പെടുന്ന പരാമർശങ്ങളുടെ പശ്ചാത്തലവും മറ്റ് സാഹചര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഡിജിറ്റൽ തെളിവടക്കം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മഞ്ചേരി പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി അനുവദിക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മഞ്ചേരി പോലീസാണ് തൊപ്പിക്കും കൂട്ടാളികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിലെ 1ാം പ്രതിയായ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് ഇപ്പോഴും ഒളിവിലാണ്. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ നിഹാദ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലെ കേസിൽ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. മമ്മുവിനെ കൂടാതെ തൊപ്പിയുടെ കൂട്ടാളികളായ ജാസി, ഷമീം എന്നിവരും കേസിലെ പ്രതികളാണ്. ന്യൂസ് 18 തിരൂർ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് കേട്ടിട്ടില്ലേ? ഇത് കൈക്കൂലിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് പണ്ടാരോ പറഞ്ഞ കാര്യമെന്നാണ് തോന്നുന്നത്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്നെങ്കിലും പിടിവീഴുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിൻ്റെ മിനറൽ റവന്യൂ ഇൻസ്പെക്ടറെ വിജിലൻസ് പൊക്കിയത് 15,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ്. തളിപ്പറമ്പ് സ്വദേശി PP ശ്രീധരനെയാണ് വിജിലൻസ് തന്ത്രപരമായ ഇടപെടലിലൂടെ പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് ഇരണാവ് ജംഗ്ഷനിൽ വെച്ചാണ് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ PP ശ്രീധരൻ വിജിലൻസിന്റെ പിടിയിലായത്.
പൂഴിമണൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള അനുമതി നൽകുന്നതിന് ചെറുകുന്നു സ്വദേശിയിൽ നിന്ന് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് വിജിലൻസിന്റെ നടപടിക്ക് കാരണം. ജൂണിൽ പരാതിക്കാരൻ പൂഴിമണൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള അനുമതിക്കായി കണ്ണൂർ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അനുമതി നൽകുന്നതിന് ഓഫീസ് മനഃപൂർവ്വം കാലതാമസം വരുത്തിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതിക്കാരൻ അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 8-ാം തീയതി ജിയോളജി ഓഫീസിൽ നിന്നും പരാതിക്കാരനെ ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. രേഖകളുമായി ഓഫീസിലെത്തി മൈനിങ് റവന്യൂ ഇൻസ്പെക്ടർ ശ്രീധരനെ നേരിൽ കാണുകയും ഇൻസ്പെക്ഷൻ നടത്തുന്നതിനായി പ്രദേശത്ത് എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇൻസ്പെക്ഷന് എത്താത്തതിനെ തുടർന്ന് പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഓഫീസിൽ എത്തി ഇൻസ്പെക്ടറെ കണ്ടു. സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ 30,000 രൂപ നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. ഇത്രയും തുക നൽകാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഇൻസ്പെക്ഷൻ നടത്താൻ എത്താമെന്നും അപ്പോൾ 15,000 രൂപ നൽകണമെന്നും അറിയിച്ചത്. എന്നാൽ പണം നൽകി അനുമതി വേണ്ട എന്ന തീരുമാനത്തെ തുടർന്ന് ഇയാൾ വിജിലൻസിനെ സമീപിച്ചു. തുടർന്ന് വിജിലൻസ് നടത്തിയ തന്ത്രപരമായ ഇടപെടലിൽ പണം വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥൻ പിടിയിലായി. അറസ്റ്റ് ചെയ്ത പ്രതിയെ തലശ്ശേരി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ആനക്കൊമ്പ് കേസിൽ നിന്ന് നടൻ മോഹൻലാലിന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ? വനംവകുപ്പ് ഒറ്റത്തവണ പൊതുമാപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള തുറന്നുപറച്ചിൽ താരത്തിന് കുരുക്കാകുമോ? മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ അഭിഭാഷകൻ രംഗത്തെത്തി. 3 ജോഡി ആനക്കൊമ്പുകളുടെ കാര്യം മോഹൻലാൽ എന്തിനും മറച്ചുവെച്ചുവെന്നാണ് അഡ്വക്കേറ്റ് എബ്രഹാം മീഞ്ചങ്കര ചോദിക്കുന്നത്. തൻ്റെ കൈവശം 5 ജോഡി ആനക്കൊമ്പുകൾ ഉണ്ടെന്നായിരുന്നു മോഹൻലാലിൻ്റെ വെളിപ്പെടുത്തൽ. പുതുതായി വെളിപ്പെടുത്തിയ 3 ജോഡി ആനക്കൊമ്പുകളുടെ വിവരം ഹാജരാക്കാനാണ് മലയാറ്റൂർ DFO മോഹൻലാലിന് നിർദ്ദേശം നൽകിയത്. ആനക്കൊമ്പുകൾ തനിക്ക് സമ്മാനം കിട്ടിയതാണെന്നാണ് മോഹൻലാൽ അറിയിച്ചത്. ഇത്രയും നാൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ വെളിപ്പെടുത്താത്തതെന്ന് അഡ്വക്കേറ്റ് എബ്രഹാം പി മീഞ്ചങ്കര ചോദിക്കുന്നു. ശ്രീ മോഹൻലാൽ 2 തവണ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് 2015 2 പേർ ആനക്കൊമ്പിനെ കുറിച്ചും അതിന് കഴിഞ്ഞിട്ട് 13 ഐവറി ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ 2026 ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിയമം എത്രമാത്രം നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ അമ്നസ്റ്റി സ്കീമിൽ മോഹൻലാൽ ആദ്യം കൊടുത്ത 2 ഡിക്ലറേഷൻ കൂടാതെ 3 പേർ ഐവറി ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം അത് 2015-ലും 2016-ലും പറയേണ്ടിയ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. സാധാരണക്കാരനെ പോലെയല്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇത്രയും നാളും പറയാത്തപ്പോൾ അത് വനവകുപ്പ് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ മോഹൻലാലിന്റെ കൈവശമുണ്ടായിരുന്ന ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ 2015-ലും 2016-ലും ഇത് മോഹൻലാലിനെ കൈവശം സൂക്ഷിക്കാനായി അധികാരപ്പെടുത്തി ഉത്തരവിറക്കുകയും പിന്നീട് വനം വകുപ്പ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് കോടതി നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയത്. ആ നിയമ നടപടികൾ ഹൈക്കോടതിയിൽ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് വനം വകുപ്പിന്റെ ഒറ്റത്തവണ പരാതി തീർപ്പാക്കൽ പദ്ധതി പ്രകാരം കൂടുതൽ ആനക്കൊമ്പുകൾ തന്റെ കൈവശമുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയത്. ഇതോടെ 5 ജോഡി ആനക്കൊമ്പുകളാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. കൂടാതെ ആനക്കൊമ്പിൽ തീർത്ത 13 ശില്പങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ആനക്കൊമ്പുകൾ പാരമ്പര്യമായി കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറി സൂക്ഷിക്കുകയല്ലാതെ അത് സമ്മാനമായി സ്വീകരിക്കരുത് എന്നാണ് വനനിയമത്തിൽ പറയുന്നത്. ഈ ആനക്കൊമ്പുകളെല്ലാം വനംവകുപ്പ് കൃത്യമായി പരിശോധിക്കണം. ഇപ്പോൾ പ്രാഥമിക പരിശോധന മാത്രമാണ് നടന്നത്.
DNA ടെസ്റ്റ് നടത്തി ഇവ 6 ആനകളുടേതാണെന്ന് തെളിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കും. എത്രയും പെട്ടെന്ന് ഇവയുടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചതായി വനം വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഒരിക്കലും ഒരു കുരുന്നും വേദനിക്കരുത്, അതാകണം മനുഷ്യത്വം. അങ്ങനെ അല്ലാത്തവരുമുണ്ട് ഈ ലോകത്ത്, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ. അങ്ങനെ ഒരാൾ ഡൽഹിയിൽ 3 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു പെൺകുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം കൊന്നഴുക്കു ചാലിൽ തള്ളി. ഇവിടെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളു മരവിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയവനെ പിടികൂടിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഏറ്റുമുട്ടലിനിടെയാണ് ഉത്തർപ്രദേശ് ബല്ലിയ സ്വദേശിയായ ചന്ദ്രൻ കുമാർ പിടിയിലായത്. ഒരാഴ്ച മുൻപാണ് ഡൽഹി ഹരിയാന അതിർത്തിയിലുള്ള കബാഷ ഹെഡയിൽ നിന്ന് 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ കാണാതായത്. നാടൊട്ടുക്ക് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 4 ദിവസം കഴിഞ്ഞ് 14-ാം തീയതി ഇവിടെയുള്ള അഴുക്കുചാലിൽ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴുക്കുചാലിൽ തള്ളും മുൻപ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. ലൈംഗിക പീഡനത്തിനിരയായതായും വ്യക്തമായി. തുടർന്ന് പോലീസ് പ്രദേശത്തെ CCTVകൾ പരിശോധിച്ചപ്പോഴാണ് ചന്ദൻകുമാറിനെക്കുറിച്ച് തുമ്പ് ലഭിച്ചത്. പെൺകുട്ടി താമസിച്ചിരുന്ന അതേ ഫ്ളാറ്റിൽ തന്നെയാണ് ഇയാളും കഴിഞ്ഞിരുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ സ്വദേശിയായ ഇയാൾ ഡൽഹിയിൽ തയ്യൽ തൊഴിലാളിയാണ്. പെൺകുട്ടിയെ കാണാതായതിനു പിന്നാലെ ഇയാളും ഒളിവിൽ പോയിരുന്നു. CCTVകൾ പിന്തുടർന്ന് പോലീസ് ചന്ദൻകുമാർ ഒളിച്ചിരുന്ന ഇടം കണ്ടെത്തി. ഇന്നലെ രാത്രി പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ചന്ദൻകുമാർ ചെറുത്തുനിന്നു. ആദ്യം ബലം പ്രയോഗിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് വെടിവെക്കുകയായിരുന്നു. കാലിൽ വെടിയേറ്റ് വീണ ചന്ദനെ പോലീസ് കസ്റ്റഡിയിലാക്കി. വീടിന് പുറത്തുനിന്ന പെൺകുട്ടിയെ ചന്ദൻകുമാർ കൂട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്ത പ്രദേശത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിലവിളിച്ച പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു. തുടർന്ന് കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നും ചാക്കിലാക്കി അഴുക്കുചാലിൽ തള്ളിയെന്നുമാണ് കുറ്റസമ്മതമൊഴി. ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു നാടൻ തോക്കും തിരകളടങ്ങിയ പെട്ടിയും കണ്ടെടുത്തിട്ടുണ്ട്. പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ കണ്ടെത്താനും പിടികൂടാനും സഹായിച്ചത്. ഇയാൾ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. അത് കണ്ടെത്താനും അന്വേഷണം നടക്കുന്നു. ന്യൂസ് 18 ഡൽഹി. വെറും 999 രൂപയ്ക്ക് ക്യാമറ. ഓൺലൈനിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ അത് വാങ്ങാൻ വരട്ടെ കേട്ടോ. ഈ ഓഫർ കണ്ട് ക്യാമറ ഓർഡർ ചെയ്ത കൊല്ലം സ്വദേശിയായ മോഹനൻ പിള്ളയുടെ ദുരനുഭവം എല്ലാവരും അറിയേണ്ടതാണ്. പാഴ്സൽ വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോൾ ക്യാമറയ്ക്ക് പകരം മണ്ണു നിറച്ച പാക്കറ്റ്. ഇതോടെ കമ്പനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ കണക്റ്റ് ആകുന്നില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വൻ ഓഫറുകൾ കണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് മോഹനൻ പിള്ള പറയുന്നത്. സംഭവത്തിൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഓൺലൈൻ വഴി ഇടപാടുകൾ നടത്തുന്നവർ ഇത്തരം വ്യാജ വെബ്സൈറ്റുകളിലൂടെയുള്ള തട്ടിപ്പുകാരെ കൂടി സൂക്ഷിക്കണമെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.